ഹായ് മക്കളെ, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് NMMSന്റെ ക്ലാസ് പഠിച്ചു തുടങ്ങാം. എല്ലാവരും മാറ്റ് എന്താണ്, മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്താണ് എന്ന് ശരിക്കും നമ്മളത് വർക്കൗട്ട് ചെയ്ത് അതിൽ ഫുൾ മാർക്ക് 90-ൽ 90 മാർക്കും വാങ്ങാൻ സജ്ജരായിരിക്കുന്ന സമയത്ത് പോലും സാറ്റിനെ കുറിച്ച് അത്രത്തോളം ബോധേഡാവാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാറ്റ് പഠിക്കാമല്ലോ, സാറ്റ് ക്ലാസ്സിലുള്ള പാഠങ്ങളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലേ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് അത്രയൊക്കെ മതി എന്നാണ് സാറ്റിനെ കുറിച്ച് എല്ലാവരുടെയും ചിന്ത. പക്ഷെ നമുക്ക് മാറ്റിൽ 90 ഔട്ട് ഓഫ് 90 വാങ്ങിക്കാൻ പറ്റുന്ന സമയത്ത് പോലും നമുക്ക് സാറ്റിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പേടിപ്പിക്കുകയല്ല, നിങ്ങൾ സാറ്റിന് മാറ്റിനെ പോലെ തന്നെ പ്രാധാന്യം നൽകി പഠിക്കണം. A to Z പഠിച്ചിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മക്കളെ പേടിപ്പിച്ചതല്ല. സാറ്റിന് മാറ്റിനുള്ള അതേ പ്രാധാന്യം കൊടുക്കുക. സാറ്റ് എക്സാമിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. 2ൽ നമ്മൾ ഫുൾ മാർക്ക് തന്നെ നമുക്ക് കിട്ടണം. പക്ഷേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ നഷ്ടപ്പെടുകയാണെങ്കിൽ മാറ്റിലും സാറ്റിലും എന്തായാലും 80 മാർക്സ് നമ്മൾ സ്കോർ ചെയ്തിരിക്കും എന്ന് ഉറപ്പിക്കണം പഠിക്കുമ്പോൾ. അല്ലാതെ ഞാൻ മാറ്റിൽ കംപ്ലീറ്റ് മാർക്ക് വാങ്ങിക്കും, സാറ്റ് എന്തായാലും എനിക്ക് കിട്ടും, അങ്ങനെ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് സാറ്റ് പഠിക്കാൻ നമ്മൾ എത്രത്തോളം സമയം എടുക്കുന്നോ അത്രത്തോളം സമയം അല്ലെങ്കിൽ അത്രത്തോളം എഫേർട്ട് എടുത്ത് തന്നെ സാറ്റും പഠിക്കുക. വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് പഠിക്കുന്ന സമയത്ത് മൊബൈൽ മാറ്റി വെക്കുക. എന്നാൽ അതായത് നമുക്ക് ക്ലാസ് ഒക്കെ കേൾക്കാൻ മൊബൈലോ അല്ലെങ്കിൽ ലാപ്പോ നമ്മൾ യൂസ് ചെയ്യണം. അല്ലാതെ ഗെയിമിലേക്കും മറ്റുള്ള സീരീസുകളിലേക്കും ഒന്നും പോകാതെ പഠിക്കാൻ തന്നെ ആകെ ഒരു 3 മാസം 2 മാസം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഒക്ടോബർ, അതായത് സെപ്റ്റംബർ പകുതിയായി, ഒക്ടോബർ നവംബർ, അപ്പോൾ ആ 2 മാസം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ പറ്റും. അതോടൊപ്പം തന്നെ എല്ലാവരും കൊതിക്കുന്ന NMMS എന്ന ആ സ്കോളർഷിപ്പ് കൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? എല്ലാവരും റെഡിയാണല്ലോ? നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് വളരെ സിമ്പിളാണ്, പഠിച്ചെടുത്താൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ നമുക്ക് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ നിന്ന് തുടങ്ങാം. അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: യൂറോപ്യൻ ശക്തിയെ ഒരു ഇന്ത്യൻ ഭരണാധികാരി പരാജയപ്പെടുത്തിയ ആദ്യ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം ഏതാണ് മക്കളെ? ആ യുദ്ധം നിങ്ങൾക്കൊക്കെ അറിയാം, കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധമാണ് ഒരു യൂറോപ്യൻ ശക്തിയെ ഇന്ത്യൻ ഭരണാധികാരി പരാജയപ്പെടുത്തിയ ആദ്യ യുദ്ധമായി അറിയപ്പെടുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം, മലയാളികളാണ്, മലയാളിത്തമാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരെ, ആദ്യമായിട്ട് വന്ന യൂറോപ്യൻകാരെയല്ല, 2ാമത് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻകാരാണ്, അവരാണ് ഡച്ചുകാർ. അവരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. 1741 മക്കളെ കുളച്ചൽ യുദ്ധം നടന്നത്. ഈ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇത് എവിടെ വെച്ചാണ് നടന്നത്? കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ചിട്ടാണ് നടന്നത്. അതുകൊണ്ടാണ് കുളച്ചൽ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. നടന്ന വർഷം 1741. ഈ കുളച്ചൽ യുദ്ധത്തിൽ വിജയിച്ചത് നമ്മൾ ആദ്യം പറഞ്ഞു. ആരാണ് വിജയിച്ചത്? മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധത്തിൽ വിജയിച്ചത്. ആദ്യത്തെ ചോദ്യവും ഉത്തരവും എല്ലാം മക്കൾക്ക് സെറ്റായല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനിടയിൽ പറയട്ടെ, നമ്മുടെ ഈ ക്ലാസ്സിന്റെ നോട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം ഏത്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം ഏത്? 1453. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകത എന്തായിരുന്നു? യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള
ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കണം. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് 1453 തുർക്കികൾ പിടിച്ചടക്കുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് ഏഷ്യയും യൂറോപ്പും തമ്മിൽ കരമാർഗത്തിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ മക്കളെ, 2 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചല്ലോ. ആദ്യത്തെ ചോദ്യം പഠിച്ചു, കുളച്ച യുദ്ധവുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത്തത് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളിൽ നിന്ന് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം വരുന്നത് കുഞ്ഞാലി മരക്കാർ. ചോദ്യം ഒന്ന് കൂട്ടി പറയാം. പോർച്ചുഗീസുകാരിൽ നിന്ന്, അതായത് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളിൽ നിന്ന് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കുഞ്ഞാലി മരക്കാർ എന്നതാണ്. എന്നാൽ ഈ കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരാണ്, ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു സ്ഥാനപ്പേരാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരാണ്, അല്ലെങ്കിൽ കപ്പിത്താൻ ആരാണ് എന്നതിന്റെ ഉത്തരമാണ് കുഞ്ഞാലി മരക്കാർ. ഈ കുഞ്ഞാലി മരക്കാർ മൂന്നാമനായിരുന്നു ചാലിയം കോട്ട പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്ത അത് ഏത് കുഞ്ഞാലി മരക്കാരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനായിരുന്നു. അതായത് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന സ്ഥാനപ്പേരിൽ 4ാമനായി വന്ന വ്യക്തിയെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുകയുണ്ടായി. ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ഏതെല്ലാം കപ്പലുകളായിരുന്നു അവർ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലായിട്ടാണ് ഗാമയും കൂട്ടുകാരും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതായിരുന്നു? മാനുവൽ കോട്ട. മാനുവൽ കോട്ട എവിടെയാണ്? കൊച്ചിയിലാണ് മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാരാണ് കേട്ടോ മാനുവൽ കോട്ട കൊച്ചിയിൽ പണിതത്. ഇവരുടെ, അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ പറയാം. കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവയെല്ലാം ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയിരുന്നത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത്, ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങളും അവർ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും ഇന്ത്യക്കാരെ അഭ്യസിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിച്ചതും പോർച്ചുഗീസുകാരാണ്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി മക്കളെ. ഇവിടെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിൽ ആയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസിന്റെ ആധിപത്യത്തിന് കീഴിലായി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോർത്തുസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തുസ് മലബാറിക്കസ്. 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. ഹോർത്തുസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന് അതായത് ഈ ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരായിരുന്നു? ഹെൻറിക് വാൻ റീഡ്. ഹെൻറിക് വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഇദ്ദേഹം ഡച്ച് ഗവർണർ ആയിരുന്നു. പോലെ മക്കളെ, ഹെൻറിക് വാൻ റീഡ് ആണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്, അതായത് ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഇതിൽ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. ഹോർത്തുസ് മലബാറിക്കസിന്റെ രചനയിൽ ഹെൻറിക് വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ മക്കൾ മറക്കരുത്, ഉത്തരം ഇട്ടി അച്യുതൻ.
3 ഭട്ടുമാരും സഹായിച്ചിട്ടുണ്ട്. അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. മറക്കരുത്, ഡോക്ടർ KS മണിലാലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിൽ വാണിജ്യത്തിനായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ആരെല്ലാം? ഇംഗ്ലീഷുകാര്, അവസാനമായിട്ട് ഫ്രഞ്ചുകാരും. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമാണ് ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിൽ വാണിജ്യത്തിനായി എത്തിയ യൂറോപ്യൻ ശക്തികൾ. ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. അത് അറിയപ്പെടുന്നത് ഒന്നല്ല 3 യുദ്ധങ്ങളാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ് കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത്. അവസാനം ഈ ഫ്രഞ്ചുകാരുടെ അധീന പ്രദേശങ്ങളായിരുന്നു, അവരുടെ ആധിപത്യം നിലനിന്നിരുന്ന പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി, പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഉണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി പറയാം, കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്നത് ആരുടെ വാക്കുകളാണ്? റോബർട്ട് ക്ലൈവ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറയുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ്. ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്നു. ഓക്കെ അല്ലേ? എല്ലാവരും സെറ്റായല്ലോ. ഈ 9 ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തത്. പക്ഷെ 9-ലേറെ ഒരു 20 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം ഓരോ പോയിന്റും വളരെ വിലപ്പെട്ടതാണ്. നോട്ട്സുകൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും കിട്ടുന്നതാണ് NMMS. ശ്രമിച്ചാൽ കിട്ടാതെ ഒന്നുമില്ല. ഈ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്ര മതി എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് NMMS പോലെയുള്ള പരീക്ഷകൾ പാസ്സാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ലക്ഷ്യം വേണം. ഇത് കിട്ടണം. അതായത് സ്കോളർഷിപ്പ് എനിക്ക് കിട്ടണം. മക്കളെ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ മുൻ വർഷത്തെ NMMS നേടിയ കുട്ടികളുടെ പോസ്റ്റർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ പോസ്റ്ററിൽ നമ്മുടെ ഫോട്ടോയും നമ്മുടെ പേരും നമ്മുടെ രക്ഷിതാവിൻ്റെ പേരും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇത്രത്തോളം അഭിമാനമുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കൈ കിട്ടിയതാണ്, നമുക്കൊരു ചാൻസ് കിട്ടിയതാണ്. നമുക്ക് നമ്മുടെ 7ാം ക്ലാസ്സിലെ ഒരു 50% മേലെയുള്ള കുട്ടികളാണ്, അതായത് മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾക്കാണ് ഇങ്ങനെയൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ആ 50% മേലെ സ്കോർ ചെയ്യാൻ മക്കൾക്കായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും NMMS കിട്ടാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട്. ഇനി അത് നിങ്ങളുടെ കയ്യിലാണ്. നന്നായിട്ട് പഠിക്കുക. ഉറക്കം കളഞ്ഞ് പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ ഉറങ്ങുക, കളിച്ചിരിക്കാതെ. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. തുടക്കത്തിൽ ആഴ്ചയിൽ 3 ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചാണ് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ പോവുക. നന്നായിട്ട് നിങ്ങൾ അതായത് ക്ലാസ്സുകൾ കാണുന്നുണ്ട്, നോട്ട്സുകൾ എടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇടയ്ക്കൊരു എക്സാം ഒക്കെ നടത്തും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകളും കൂടുതൽ അറിവുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ, സീ യു സൂൺ.